Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിലെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if a vector makes angle pi by 3, pi by 4 and gamma with I, j, k respectively, where gamma belongs to pi by 2 pi, then the angle gamma is. അപ്പോൾ നമുക്കൊരു വെക്ടർ യൂണിറ്റ് വെക്ടേഴ്സായി ഐ ജെ കെ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് പൈ ബൈ 3, പൈ ബൈ 4 ആൻഡ് ഗാമ. ഈ ഗാമ എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗാമ പൈ ബൈ 2നും പൈൻ്റെയും ഇടയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെക്ടർ വിനെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ അത് യൂണിറ്റ് വെക്ടറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ഏതിലെ ഐ യൂണിറ്റ് വെക്ടർ ഐയുടെ കോമ്പണൻറ്റ് എന്താണ്? കോഎഫിഷ്യൻ്റ് എ അല്ലേ? അപ്പോൾ എ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ, വെക്ടറിൻ്റെ മോഡുലസ് വാല്യൂ. ദെൻ ജെ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4, ദാറ്റ് ഈസ് കോസ് പൈ ബൈ 4 ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ വെക്ടർ വിയുടെ മോഡുലസ്. ദെൻ കെ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗാമയാണ് തന്നിട്ടുള്ളത്. കോസ് ഗാമ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ വെക്ടർ വി. നമുക്കറിയാം മോഡുലസ് ഓഫ് ഈ വെക്ടറിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. നമുക്ക് ഈ ഇതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? വെക്ടർ മോഡുലസ് വെക്ടർ വി ഇൻറ്റു കോസ് പൈ ബൈ 3, ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് വെക്ടർ വി ഇൻറ്റു കോസ് പൈ ബൈ 4, സി ഈക്വൽ ടു മോഡുലസ് വെക്ടർ കോസ് ഗാമ എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ എന്നുള്ളത് ഒരു കോമൺ ടേം ആയിരിക്കും ഈ മൂന്നിലും. ആ വി സ്ക്വയർ എന്നുള്ളത് മോഡുലസ് വി സ്ക്വയർ എന്നുള്ളത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോസ് സ്ക്വയർ പൈ ബൈ 3 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 4 പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്ന് വരും. ഇനി ഈ വെക്ടർ വി എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് സ്ക്വയർ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കോസ് സ്ക്വയർ പൈ ബൈ 3 1/2 ദ ഹോൾ സ്ക്വയർ, കോസ് സ്ക്വയർ പൈ ബൈ 4 1/√2 ദ ഹോൾ സ്ക്വയർ, കോസ് സ്ക്വയർ ഗാമ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് ഗാമയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഗാമയുടെ വാല്യൂ കോസ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കോസ് സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞപ്പോൾ 1/4 കിട്ടി. ദാറ്റ് ഇസ് കോസ് ഗാമ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ ക്വസ്റ്റ്യനിലെ ഗാമ ബിലോങ്സ് ടു പൈ ബൈ 2നും പൈനും ഇടയിലാണ് തന്ന കാരണം അതിൻ്റെ അർത്ഥം എന്താ? ഗാമ നെഗറ്റീവാണ്. പൈ ബൈ 2നും പൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഗാമ മസ്റ്റ് ബി നെഗറ്റീവ്. ദാറ്റ് ഈസ് ഗാമ എന്നുള്ളത് -1/2 ആണ്. ദാറ്റ് ഈസ് കോസ് ഗാമ -1/2 ആണെങ്കിൽ ഗാമ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ 3. ഓപ്ഷൻ ഇ ആണ് ആൻസർ. The value of tan of tan inverse 3/4 plus tan inverse 2/3 is. Tan of tan inverse 3/4 plus tan inverse 2/3 വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ് tan inverse x plus tan inverse y എന്ന് പറഞ്ഞാൽ tan inverse x y by 1 minus xy ആണ്. അപ്പോൾ tan of tan inverse 3/4 plus tan inverse 2/3 എങ്ങനെ എഴുതാം? tan of ഈ എക്സ്പ്രഷൻ എഴുതാം. ഈ എക്സും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 3/4ഉം 2/3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan of tan inverse തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ 3യും എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും. ദാറ്റ് ഈസ് 17/12 ഡിവൈഡഡ് ബൈ 1 minus 1/2. ദാറ്റ് ഈസ് 17/6 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if 3 sin theta plus 5 cos theta equal to 5, then the value of 5 sin theta minus 3 cos theta is. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് 3 sin theta plus 5 cos theta equal to 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡ് നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ a plus b the whole square എന്നുള്ള ഒരു ഫോർമാറ്റിൽ വരും. അതിന് സ്ക്വയർ ചെയ്താൽ 9 sin square theta plus 25 cos square theta plus 30 sin theta cos theta equal to 25. ഇത് വന്നത് എ എന്ന് പറയുന്നത് a plus b whole square, a square plus b square plus 2ab എന്നുള്ള ഫോർമാറ്റാണിത്. ഇനി അതിൽ 30 sin theta cos theta അവിടെ നിർത്തിയിട്ട് ബാക്കി ടേംസിനെ LHSലേക്ക് കൊണ്ടുവന്ന് RHSലേക്ക് കൊണ്ടുവന്ന് എന്ത് വരും? 30 sin theta cos theta equal to 25 minus 9 sin square theta minus 25 cos square theta, equation 1. Then 5 sin theta minus 3 cos theta നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ അതിൻ്റെ സ്ക്വയർ എടുത്തു. അപ്പോൾ എന്താ വരിക? 25 sin square theta plus 9 cos square theta minus 30 sin theta cos theta. അപ്പോൾ ഈ -30 sin theta cos theta അവിടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഔട്ട് സൈഡ് ഉണ്ട്. ഈ ഇത്രയും എക്സ്പ്രഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും 34 sin square theta plus 34 cos square theta minus 25. Sin square 34 പുറത്തേക്ക് എടുത്താൽ sin square theta plus cos square theta 1 ആണ്. That is 34 minus 25 എന്ന് പറഞ്ഞാൽ 9 ആണ്. That is 5 sin theta minus 3 cos theta the whole square ആണ് 9. Then square ഇല്ലെങ്കിൽ equal to plus or minus 3. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലെ പ്ലസ് പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ. Then ഓപ്ഷൻ സി ആണ് ആൻസർ. Next, cos of cot inverse 7 by 24. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ കോട്ട് ഇൻവേഴ്സ് 7 by 24നെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ കോട്ട് 5 ഈക്വൽ ടു എന്ത് വരും 7 by 24. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? കോട്ട് 5 എന്ന് പറഞ്ഞാൽ 7 by 24 അല്ലേ? അപ്പോൾ 7 അഡ്ജസൻറ്റ് സൈഡും 24 ഓപ്പോസിറ്റ് സൈഡും. Then 25 എന്നുള്ളത് ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 625 വരും. ദാറ്റ് ഈസ് 25. ഇനി കോസ് 5 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ 7, ഹൈപ്പോട്ടനസ് 25. ദാറ്റ് ഈസ് കോസ് ഓഫ് കോട്ട് ഇൻവേഴ്സ് 7 by 24 എന്ന് പറഞ്ഞാൽ 7 by 25 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Next question, if cos theta equal to 2 cos alpha plus 1 divided by 2 plus cos alpha, then tan square theta by 2 is equal to. നമുക്ക് cos theta നെ ടാനിൻ്റെ ടേംസിൽ ഇങ്ങനെ എഴുതാം. cos theta equal to 1 minus tan square theta by 2 by 1 plus tan square theta by 2. ഇവിടെ ആംഗിൾ ശ്രദ്ധിക്കുക, തീറ്റ അല്ല, തീറ്റ ബൈ 2. ദാറ്റ് ഈസ് ഹാഫ് ആംഗിൾ ഫോർമുലയാണിത്. ദെൻ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അതായിട്ട് ഇക്വേറ്റ് ചെയ്യാം. 2 cos alpha plus 1 divided by 2 plus cos alpha. അപ്പോൾ ഇവിടെ കോസ് ആൽഫയുടെ സ്ഥാനത്ത് ഈ എക്സ്പ്രഷനിലെ തീറ്റയ്ക്ക് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് 1 minus tan square alpha by 2 by 1 plus tan square alpha by 2 into 2 plus 1 divided by 2 plus 1 minus tan square alpha by 2 by 1 plus tan square alpha by 2. അങ്ങനെ എഴുതാം. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 1 minus tan square alpha by 2 plus ഈ ന്യൂമറേറ്റർ ഈ ടേം ഇങ്ങോട്ട് വരും. എൽ സി എടുക്കുമ്പോൾ plus 1 plus tan square alpha by 2 divided by 2 into 1 plus tan square alpha by 2 plus 1 minus tan square alpha by 2. ഈ 1 plus tan square alpha by 2 ഇവിടുത്തെയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇങ്ങനെ വരും എക്സ്പ്രഷൻ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 minus tan square alpha by 2 by 3 plus tan square alpha by 2 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2 tan square alpha by 2 equal to 6 tan square theta by 2 എന്ന് വരും. ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സിമിലർ ടേംസ് കുറേ ഉണ്ട്, അതെല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി 2 tan square alpha by 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് tan square theta by 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇവിടെ tan square theta by 2 ഉണ്ട്. അപ്പോൾ അതിനവിടെ നിർത്തി ബാക്കി ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 1/3 tan square alpha by 2 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. താങ്ക് യു. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.